അതെ, ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ കുട്ടി ബിസ്ക്കറ്റ് നിങ്ങളും കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടാറില്ലേ മുട്ട ബിസ്ക്കറ്റ്, കോയിൻ ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്? ആ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? 3 മുട്ട പൊട്ടിച്ച് ജാറിലേക്ക് ഒഴിച്ചിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. വേണമെങ്കിൽ എന്തെങ്കിലും എസൻസ്, പൈനാപ്പിൾ എസൻസോ വാനില എസൻസോ ചേർക്കാം, പിന്നെ കളറും ചേർക്കാം. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഈ ബിസ്ക്കറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിലേക്ക് അമൃതപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 കപ്പ് അമൃതപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് അത്രയും കട്ടിയും അല്ല അത്ര ലൂസും അല്ലാത്ത ഒരു പരുവത്തിലാക്കിയിട്ട് നമ്മളെടുക്കുക. അതൊരു പൈപ്പിംഗ് ബാഗിൽ നിറച്ചതിന് ശേഷം ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് കോയിൻ്റെ ഷേപ്പിൽ കുറച്ച് വട്ടങ്ങൾ വരച്ച് കൊടുക്കുക. കോയിൻ ബിസ്ക്കറ്റ് ആണല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഹാർട്ടും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ടേ. ഒരു 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കറിയിലൊക്കെ ഇത് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. ഞാനിവിടെ അമൃതം പൊടി വെച്ചിട്ടും റാഗിപ്പൊടി വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇത് ബട്ടർ പേപ്പറൊന്ന് ഈസി ആയിട്ട് വിട്ടുപോരും കേട്ടോ. 1.5 കപ്പ് അമൃതം പൊടി വെച്ചിട്ട് എനിക്ക് 3 ട്രേ ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമ്പോൾ എന്തിനാണ് വെറുതെ കുട്ടികൾക്ക് കടകളിൽ നിന്ന് മേടിച്ച് കൊടുക്കണേ അല്ലേ? നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുമല്ലോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ സൂക്ഷിച്ചിട്ട് കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാം. ഇവിടെ ഇത് കുറച്ച് നാളൊന്നും ഇരിക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ തീരും.